ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. രാവിലത്തെ പലഹാരപ്പണി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കടയിൽ പോയി വന്നപ്പോൾ വരുമ്പോൾ കട്ട്ല മീൻ കൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ മേടിച്ച മീനിലെന്നും വിനാഗിരി ഉപ്പിട്ടിട്ട് നല്ല ഇട്ട് വെക്കും, എന്നിട്ട് കഴുകിയെടുക്കുക ചെയ്യുക. അരമണിക്കൂർ വെച്ചിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ വിനാഗിരി ഉപ്പിട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് അരപ്പരക്കുണ്ട്. ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിടാറ്. നല്ല ചീനമുളകുണ്ട്, ചീനമുളക് ഇടും, അതുപോലെ വെളുത്തുള്ളി, ചുവന്നുള്ളി, കരുവേപ്പില, പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇടും, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ചധികം എരിവിന്, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കും കേട്ടോ. അതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ കുരുമുളക് ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി ആദ്യം ഒന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ മിക്സിയിലിടുമ്പോൾ വന്നിട്ട് പിന്നെ സ്പീഡിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അരഞ്ഞ് കിട്ടും. എന്നിട്ട് അരപ്പ് എടുത്തിട്ടാണ് മീനിൽ അരച്ച് വെക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ അരച്ച് വെക്കും, ബാക്കി വരുന്ന മസാല എടുത്ത് വെക്കും. ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് മീനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ പൊരിക്കാൻ കുറച്ച് നേരം അരമണിക്കൂർ അടച്ച് വെക്കും. എന്നിട്ടാണ് പൊരിക്കാറ്. പൊരിക്കാൻ നോക്കുമ്പോൾ ഉപ്പ് കമ്മിയാട്ടോ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് ഒരു വെളിച്ചെണ്ണയിൽ കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഉപയോഗിക്കുക. എല്ലാവരും വെളിച്ചെണ്ണ എടുക്കുക. അങ്ങനെ വെളിച്ചെണ്ണ കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും എന്ത് കാട്ടി പൊരിക്കുമ്പോഴത്തേന് കുറച്ച് മോര് കാച്ചി വെച്ചു കേട്ടോ. ഒന്ന് വെണ്ടക്കപ്പേരി എളുപ്പത്തിൽ വേഗം മോര് കാച്ചി കിട്ടോ. എന്നിട്ട് വേഗം പണിയൊക്കെ കഴിഞ്ഞ് വേഗം കുളിച്ച് നിസ്കരിച്ച് അപ്പം ചോറിന് നേരമായിട്ട് അപ്പം എന്നാൽ ചോറ് വിളമ്പാന്ന് വിചാരിച്ചു. കുറച്ച് ഉള്ളിച്ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെണ്ടക്കപ്പേരിയും മീൻ പൊരിച്ചതും. ഇന്ന് മോര് കാച്ചിയത് എങ്ങനെയാണെന്ന് അറിയോ? നാളികേരൊന്നും അരക്കാതെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് കടുക് പൊടിച്ചിട്ട് അങ്ങനെ മോര് കാച്ചി കിട്ടോ. മോര് കാച്ചിയതും കട്ട്ലമീൻ പൊരിച്ചതും വെണ്ടക്കപ്പേരി അച്ചാറും കൂട്ടി കഴിച്ചപ്പോൾ നല്ല ചോറ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരുടെ വായിലും വെള്ളം വരുന്നുണ്ടാവില്ലേ? അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.